നമസ്കാരം. മല്ലൂസ് മുല്ലൂസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹാർദവമായ സ്വാഗതം. നമ്മുടെ മലേഷ്യൻ സീരീസിൻ്റെ 6ാമത്തെ എപ്പിസോഡാണിത്. നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ മുന്നിൽ കാണുന്ന ലോക പ്രശസ്തമായ ഈ ടവറിൻ്റെ ഫ്രണ്ടിലോട്ടാണ്. പെട്രോണാസ് ട്വിൻ ടവർ എന്നാണ് പേര്. മലേഷ്യയിൽ ആര് കാലുകുത്തി കഴിഞ്ഞാലും ഈ ബിൽഡിങ്ങിൻ്റെ ഫ്രണ്ടിൽ നിന്നൊരു ഫോട്ടോ നിർബന്ധമാണ്. അങ്ങനെ നമ്മൾ ലോക പ്രശസ്തമായിട്ടുള്ള ഈ ടവറിൻ്റെ അടുത്തേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഫോണിന് ചാർജ് കുറവാണ്, പവർ ബാങ്കിലും ചാർജ് കുറവാണ്. അപ്പോൾ നമ്മളിപ്പോൾ കാണുന്ന കാഴ്ചകൾ കൂടാണ്ട് രാത്രി വീണ്ടും നമ്മളിവിടെ വരുന്നതായിരിക്കും. നേരത്തെ പറഞ്ഞതുപോലെ ഫോണിന് ചാർജ് തീർന്നു, പിന്നെ പവർ ബാങ്കിന് ചാർജ് ഇല്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വീണ്ടും രാത്രി ഒരിക്കൽ കൂടി വന്നിരിക്കുകയാണ്. ശരിക്കും രാത്രി തന്നെയാണ് ഇവിടെ വരേണ്ടത്. രാത്രി കാഴ്ചകളാണ് ഇവിടെ നമ്മൾ കാണേണ്ടിയിരിക്കുന്നത്. പെട്രോണാസ് ട്വിൻ ടവറിന് കൂടാണ്ട് KLCC ടവറെന്നും പേരുണ്ട് ഇതിന്. KLCC ടവറിന് പേര് വരാൻ കാര്യം എന്നുള്ളത് മലേഷ്യയുടെ ക്യാപിറ്റലായിട്ടുള്ള കോലലംപൂരിലെ സിറ്റി സെൻറ്ററിലാണ് ഈ ടവർ സ്ഥിതി ചെയ്യുന്നത്. അതിൻ്റെ ഷോർട്ടായിട്ട് പിന്നെ KLCC ടവറെന്ന് അങ്ങനെയാണ് വിളിക്കപ്പെടുന്നത്. ഈ KLCC ടവറിൻ്റെ ഫ്രണ്ടിലാണ് KLCC പാർക്കുള്ളത്. നമുക്കാദ്യം KLCC പാർക്കിൽ പോവാം. ഈ KLCC പാർക്കിൻ്റെ പ്രത്യേകത എന്നുള്ളത് കറക്റ്റ് നമ്മുടെ പെട്രോണാസ് ട്വിൻ ടവർ അല്ലാന്നുണ്ടെങ്കിൽ KLCC ടവറിൻ്റെ ഫ്രണ്ടിലുള്ള പാർക്ക് കൂടാണ്ട് ആ ഒരു പ്രത്യേകതയുണ്ട്. അതല്ലാണ്ട് ഒരു ഫൗണ്ടെയിൻ ഉണ്ട്, ആർട്ടിഫിഷ്യൽ വാട്ടർ ഫൗണ്ടെയിൻ ഉണ്ട്. ഇവിടെ സൗണ്ട് ആൻഡ് ലൈറ്റ് ഷോ ഉണ്ട്. നമ്മളിപ്പോൾ കാണുന്നതാണ് ആ ലൈറ്റ് ആൻഡ് സൗണ്ട് ഷോ എന്നുള്ളത്. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട്, ഭയങ്കര കളർഫുള്ളായിട്ടുണ്ട്. അതിനേക്കാളുപരി ലൈറ്റ്സും കൊണ്ട് ആലങ്കാരികമായിട്ട് നിൽക്കുന്ന ആ പടുകൂറ്റൻ ട്വിൻ ടവർ. ഗൈസ്, ഒരു രക്ഷയില്ല, അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളിയാണ്. പ്രിയപ്പെട്ടവരെ, ഒരു കാര്യം പറഞ്ഞു തരാൻ ആഗ്രഹിക്കുകയാണ്. അതായത് നമ്മൾ ഇവിടെ വരികയാണെങ്കിൽ ഈ KLCC പാർക്കിലും പിന്നെ നമ്മുടെ ഈ പെട്രോണാസ് ട്വിൻ ടവറിൻ്റെ ഫ്രണ്ടിൽ നിന്നെടുക്കുന്ന ഫോട്ടോ എടുക്കുന്ന ഈ രണ്ട് സംഭവമാണ് ഇവിടുത്തെ ഹൈലൈറ്റ് എന്നുള്ളത്. നമുക്ക് ഈ ട്വിൻ ടവറിനകത്ത് കയറണമെന്നുള്ള നിർബന്ധമില്ല. എൻ്റെ അഭിപ്രായത്തിൽ കയറി സമയം കളയണമെന്നുമില്ല. കാര്യം നമ്മൾ ഓൾറെഡി KL ടവർ അകത്ത് നമ്മൾ കയറിയതാണ്. അവിടുത്തെ ഒബ്സർവേഷൻ ഡെക്ക് നമ്മൾ സന്ദർശിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ മലേഷ്യയുടെ സിറ്റി മുഴുവനും അവിടുന്ന് കാണാൻ പറ്റുന്നതാണ്. അപ്പോൾ ആ സെയിം കാഴ്ച തന്നെയാണ് ഇവിടെ നിന്ന് കിട്ടുന്നത്. ആക്ച്വലി ഞാൻ ഉദ്ദേശിച്ചത് KL ടവർ അതിനകത്ത് കയറിയവർക്ക് ഇതിനകത്ത് ഈ KLCC ടവർ അതായത് ട്വിൻ ടവറിനകത്ത് കയറണം എന്നുള്ളത് വലിയ ആവശ്യമായിട്ടുള്ള കാര്യത്തിൽ എനിക്ക് തോന്നിയിട്ടില്ല എന്ന് മാത്രമാണ്. അഥവാ നിങ്ങൾക്ക് രണ്ടിൽ കയറണമെന്നുണ്ടെങ്കിൽ കയറാം, അത് നിങ്ങളുടെ തീരുമാനമാണ്. സാധാരണ ടൂർ പാക്കേജൊക്കെ എടുത്ത് വരുന്നവരാണെന്നുണ്ടെങ്കിൽ അവർക്ക് KL ടവർ തന്നെയായിരിക്കും പ്രിഫറൻസ് കൊടുക്കുക അകത്ത് കയറി കാണുവാനായിട്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ ഇത് ഫോട്ടോ സ്റ്റോപ്പാണ് മെയിനായിട്ടുള്ളത്. നമ്മുടെ KLCC ടവർ അതായത് KL ടവർ KLCC ടവർ കൺഫ്യൂഷൻ വരേണ്ട. KL ടവർ കോലാലംപൂർ ടവർ നമ്മൾ ഓൾറെഡി ഇതിന് മുന്നേ അതിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട്. പിന്നെ ഇത് വന്നിട്ട് KLCC ടവർ കോലാലംപൂർ സിറ്റി സെൻറ്റർ ടവറാണ്. നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ലൈറ്റ് ആൻഡ് സൗണ്ട് ഷോയാണ്. ഇവിടെ ഇട്ടിരിക്കുന്ന പാട്ടിനനുസരിച്ചിട്ടാണ് വെള്ളത്തിൻ്റെ ചലനം, അങ്ങനെയാണ് ഇവർ ക്രമീകരിച്ച് വെച്ചിരിക്കുന്നത്. നമ്മുടെ ബോളിവുഡ് സോങ്സും അവർ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നമുക്ക് അഭിമാനിക്കാൻ പറ്റിയൊരു കാര്യം തന്നെയാണത്. വന്നപ്പോൾ ഏതാണ്ട് ഞാൻ ദുബായിലെത്തിയ ഫീൽ തന്നെയാണ്. അതായത് ട്വിൻ ടവറിന് പകരം ദുബായിലാണെന്നുണ്ടെങ്കിൽ ബുർജ് ഖലീഫയ്ക്ക് മുമ്പിലും ഇതുപോലൊരു വാട്ടർ ഫൗണ്ടൻ ഉണ്ട്. ഈ സെയിം കാഴ്ചകൾ ബുർജ് ഖലീഫയ്ക്ക് മുന്നിൽ രാത്രി സമയങ്ങളിൽ പോയവർക്ക് അവിടെ കാണാൻ പറ്റും. പിന്നെ അതിൻ്റെ കാർഡ് മേളിൽ കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാകാൻ പറ്റും. KLCC പാർക്കിലോട്ട് വരുവാനായിട്ട് എൻട്രി ഫീ ഒന്നുമില്ല, തികച്ചും സൗജന്യമാണ്. ഇവിടെ സിംഗിളാണെന്നോ ഫാമിലി ആണെന്നോ ഉള്ള റെസ്ട്രിക്ഷൻസ് ഒന്നുമില്ല. ഞാൻ എടുത്തു പറയാൻ കാര്യം എന്നുള്ളത് ആക്ച്വലി ദുബായിൽ ബുർജ് ഖലീഫയുടെ ഫ്രണ്ടിലുള്ള വാട്ടർ ഫൗണ്ടനിൽ ഞങ്ങൾ കാണാൻ ചെന്നപ്പോൾ ഞങ്ങൾ ഫാമിലിയിലാണ് ചെന്നത്. അതുകൊണ്ട് കുഴപ്പമില്ല. അവിടുത്തെ സെക്യൂരിറ്റികൾ ഫാമിലിക്കാർക്കാണ് മുൻഗണന കൊടുത്തത്. അവർ ഫാമിലിക്കാരെ ഉള്ളിലോട്ട് കടത്തി വിടുകയും ബാച്ചിലേഴ്സായിട്ടുള്ള ആൾക്കാരെ കടത്തി വിട്ടില്ല. അപ്പോൾ ഇവിടെ അങ്ങനെയൊന്നും കണ്ടില്ല. ഒരുപക്ഷെ ദുബായിൽ തിരക്കുള്ള സമയങ്ങളായതുകൊണ്ട് മാത്രം അവരങ്ങനെ ചെയ്തതാണോ എന്ന് എനിക്കറിയില്ല. ഇനി ഞങ്ങൾ പോയപ്പോൾ കണ്ട ഒരു കാഴ്ചയാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഷെയർ ചെയ്തത്. ഈ KLCC പാർക്കിന് മുമ്പിൽ നമ്മൾ എടുക്കുന്ന ഫോട്ടോസ് വീഡിയോസ് ഫോണിൽ കൂടെ എടുത്തു കഴിഞ്ഞാലും കുഴപ്പമൊന്നുമില്ല. നമുക്ക് അത്യാവശ്യം ക്ലാരിറ്റിയിൽ കിട്ടും. അതേ സമയത്ത് ഈ പെട്രോണാസ് ട്വിൻ ടവറിൻ്റെ ഫ്രണ്ടിൽ നിന്ന് നമുക്ക് ഈ ഫോണിലെടുക്കുന്ന ഫോട്ടോസ് എത്രയൊക്കെ നമ്മൾ ശ്രമിച്ചു കഴിഞ്ഞാലും
അത് നന്നായിട്ട് കിട്ടാൻ സാധ്യതയില്ല. ഈ ട്വിൻ ടവറിൻ്റെ സൈഡിലായിട്ട് കുറേ പ്രൊഫഷണൽ ഫോട്ടോഗ്രാഫേഴ്സ് ഉണ്ട്. അപ്പോൾ അവരാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫോട്ടോ നല്ല രീതിക്ക് എടുത്തു തരും. പിന്നെ വേറെ കാര്യം പറയുമ്പം നമ്മുടെ ഫോട്ടോസ് ഒരു ഫോട്ടോഗ്രാഫർ മാത്രം എടുക്കത്തില്ല. അയാൾ എടുക്കുന്ന സമയത്ത് സൈഡിൽ തന്നെ വേറെ ആൾക്കാരെടുക്കും. അങ്ങനെ 2-3 ഫോട്ടോഗ്രാഫേഴ്സ് കൊണ്ട് കാണിക്കും. നമുക്ക് ഇഷ്ടപ്പെട്ട നമുക്ക് ചൂസ് ചെയ്തിട്ട് നമ്മൾ റേറ്റ് പറഞ്ഞ് ബാർഗെയിൻ ചെയ്യണം. അല്ലാന്നുണ്ടെങ്കിൽ അവർ ചോദിക്കേണ്ട പൈസ കൂടെ കൊടുക്കേണ്ടി വരും. അങ്ങനെ നല്ല ഫോട്ടോസ് നമുക്ക് കിട്ടുന്നതായിരിക്കും. സുഹൃത്തുക്കളെ, ഈ ഒരു തിരക്ക് കാണുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും എന്തോ ആൾക്കാരാണ് ഈ KLCC പാർക്കിലെ ഈ ഒരു വാട്ടർ ഫൗണ്ടൻ കാണാനായിട്ട് വന്നെത്തിയിരിക്കുന്നുള്ളത്. വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള, വിവിധ ഭൂഖണ്ഡത്തിൽ നിന്നുള്ള ആൾക്കാർ, നമുക്ക് തരംതിരിക്കാനൊന്നും പറ്റത്തില്ല. എല്ലായിടത്തു നിന്നുള്ള ആൾക്കാർ ഇവിടെയുണ്ട്. അതുപോലെ തന്നെ ഇവിടുത്തെ ട്വിൻ ടവറിൻ്റെ ഫ്രണ്ടിൽ ഒത്തിരി അധികം ഫേമസ് ആയിട്ടുള്ള ഫിലിംസ് ഷൂട്ട് ചെയ്തിട്ടുള്ള ലൊക്കേഷനാണ്. അതിൽ നമുക്ക് ഏറ്റവും പരിചയമുള്ള സിനിമ എന്നുള്ളത് തമിഴിലെ സൂപ്പർ സ്റ്റാറായിട്ടുള്ള രജനീകാന്തിൻ്റെ കബാലി എന്ന് പറയുന്ന സിനിമയാണ്. കബാലി ഫിലിം 80% ഷൂട്ട് ചെയ്തിരിക്കുന്നത് മലേഷ്യയിൽ വെച്ച് തന്നെയാണ്. എന്തായാലും നമ്മുടെ മലേഷ്യൻ കാഴ്ചകളിലൂടെ അവസാനിക്കുന്നില്ല. ഇനി നിറയെ കാഴ്ചകളായിട്ട് വീണ്ടും വരുന്നതായിരിക്കും. ഇനിയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. ബൈ.